പ്രതിപക്ഷ ഉപനേതൃ പദവിയെ ചൊല്ലി വീണ്ടും CPM-ഉം CPI-യും തുറന്ന പോരിലേക്ക്. സ്ഥാനം CPIക്ക് നൽകാനാകില്ല എന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ തീർത്തു പറഞ്ഞതോടെ തർക്കം വീണ്ടും രൂക്ഷമായി. താൻ നൽകുന്ന കത്തിൽ CPM നേതാവിന്റെ പേരാകും ഉണ്ടാവുകയെന്നും പിണറായി വിജയൻ പരസ്യമായി തന്നെ പ്രഖ്യാപിച്ചു. പദവിക്കും പക്വതയ്ക്കും നിരക്കാത്ത പ്രസ്താവനയാണ് പിണറായി നടത്തിയതെന്ന് CPI തിരിച്ചടിച്ചു. പാർട്ടിയുടെ അഭിമാനത്തിന് വിലയിടാൻ ഒരു നേതാവിനും അവകാശമില്ല എന്ന് ബിനോയ് വിശ്വം തുറന്നടിച്ചു. കത്ത് ഞാനല്ലേ എഴുതി കൊടുക്കട്ടെ, കത്ത് കൊടുക്കും. അതിലൊരു സംശയമില്ല, CPM നേതാവിന്റെ പേരായിരിക്കും. ഒരു മാറ്റമുണ്ട്. CPIയുടെ അഭിമാനത്തിന് വിലയിടാൻ ഒരു നേതാവിനും അവകാശമില്ല. ചർച്ചയ്ക്ക് വിധേയമായിട്ട് രണ്ട് പാർട്ടികളും മാറ്റിവെച്ച വിഷയത്തിൽ ഏകപക്ഷീയമായി അദ്ദേഹം അങ്ങനെ പറഞ്ഞെങ്കിൽ അത് LDFന്റെ സംസ്കാരത്തിന് നിരക്കുന്ന പ്രസ്താവനയായില്ല. ഇടതുമുന്നണിയിൽ പ്രതിപക്ഷ ഉപനേതൃ പദവിയെ ചൊല്ലിയുള്ള തർക്കം കീറാമുട്ടിയായി തന്നെ തുടരുകയാണ്. പദവി വിട്ടുതരില്ല എന്ന് CPM-ഉം വിട്ടുവീഴ്ചയില്ലെന്ന് CPI-യും പ്രഖ്യാപിച്ചതോടെ തർക്കം മുന്നണി ഒന്നാകെ ബാധിച്ചു കഴിഞ്ഞിരിക്കുന്നു. കീഴ്വഴക്കം ഓർമ്മിപ്പിച്ചുള്ള CPM-ന്റെ തടസ്സവാദങ്ങളും പിണറായിയുടെ കടുത്ത പ്രതികരണങ്ങളും CPI-യും ചൊടിപ്പിച്ചിട്ടുണ്ട്. കടുത്ത നിലപാടിലേക്ക് CPI പോകുമോ എന്നതാണ് ഇനി ഉയരുന്ന ചോദ്യം. റാഹിസ് റഷീദ് വിവരങ്ങളുമായി നമ്മളോടൊപ്പം. റാഹിസിനോട് ചോദിക്കാം. റാഹിസ്, ഇതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ആദ്യത്തെ ദിവസം CPI അങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കും എന്ന് പിണറായി വിജയൻ പറഞ്ഞെടുത്താണ് ആദ്യത്തെ ഉടക്ക്. ഇപ്പോ പിണറായി വിജയൻ പരസ്യമായി തന്നെ പറയുകയാണ്, ഞാൻ എഴുതുന്ന കത്തിൽ CPM നേതാക്കളുടെ പേര് തന്നെ ഉണ്ടാവുകയുള്ളൂ എന്ന്. അപ്പൊ രണ്ടാമത്തെ ഉടക്കം തുടങ്ങിയിരിക്കുന്നു. ബിനോയ് വിശ്വം അത് തുറന്നു പറയുകയും ചെയ്തു. മധു, LDFിനകത്ത് ഒരു അസാധാരണ പ്രതിസന്ധിയാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. PM ശ്രീ സമയത്ത് CPIM-ഉം CPI-യും തമ്മിൽ അടിക്കുന്നത് നമ്മൾ കണ്ടതാണ്. അത് പിന്നീട് അവസാനിച്ചു. അതിനേക്കാൾ വലിയൊരു നേർക്കുനേർ പോരാട്ടത്തിലേക്ക് ആ പാർട്ടികൾ പോവുകയാണ്. പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും CPIയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവും തമ്മിൽ നേർക്കുനേർ വാക്കുകൾ കണ്ട് പോരടിക്കുകയാണ്. പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം CPIM-നായിരിക്കും എന്ന് ഒരു സംശയത്തിനും ഇടയില്ലാത്ത വിധം ഇന്ന് പിണറായി വിജയൻ തൃശ്ശൂരിൽ വിളിച്ചു ചേർത്തിയ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ താൻ സ്പീക്കർക്ക് ഒരു കത്ത് നൽകുന്നതോടെ ആ പ്രശ്നം അവസാനിക്കും എന്ന് പറഞ്ഞു. അതിന് ബിനോയ് വിശ്വം ഏതാണ്ട് 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ മറുപടിയുമായി രംഗത്ത് വന്നു. രാഷ്ട്രീയ പക്വത പിണറായിക്കില്ല, ഇടതുമുന്നണിയുടെ സംസ്കാരം കാത്തു സൂക്ഷിച്ചില്ല. അങ്ങനെ എങ്ങനെയാണ് തർക്ക വിഷയത്തിൽ ഒരു നിലപാട് പിണറായി വിജയന് പറയാൻ പറ്റുക? CPIയുടെ അഭിമാനം ഒരാളുടെ മുന്നിലും ചോദ്യം ചെയ്യാൻ അനുവദിക്കില്ല എന്ന നിലപാട് കൂടി ബിനോയ് വിശ്വം എടുത്തതോടെ ഇരു പാർട്ടികളും ആ വിഷയത്തിലുള്ള അടുത്ത ദിവസങ്ങളിലും തുടർ വാഗ്വാദങ്ങൾ ഉണ്ടാകും എന്ന കാര്യം ഉറപ്പാണ്. ഓക്കെ രാഹിസ്, ചർച്ചയിലിരിക്കുന്ന വിഷയത്തിൽ ഇങ്ങനെ തുറന്ന അഭിപ്രായം പറയാനാണെങ്കിൽ പിന്നെ എന്തിനാണ് ചർച്ച എന്നാണ് ബിനോയ് വിശ്വം ചോദിക്കുന്നത്.